2017 കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡന ശ്രമമുണ്ടായത്. ആ സംഭവം ആ രാത്രി കേരളമാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന രാത്രിയാണ്. പി.ടി. തോമസ് എന്നൊരു രാഷ്ട്രീയ നേതാവ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു കേസ് പോലും പുറം ലോകം അറിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരുപക്ഷെ പിന്നീട് വെളിപ്പെടുത്തലുണ്ടായേക്കാം, പിന്നീട് ചിലപ്പോൾ നിയമ നടപടികളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ആ പെൺകുട്ടിക്ക് അന്ന് കരുത്ത് നൽകിയത് പി.ടി. തോമസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഇച്ഛാശക്തിയായിരുന്നു. നിലപാട് എന്ന വാചകത്തോട് പി.ടി. തോമസിന്റെ മരണസമയത്തും ഒക്കെ നമ്മൾ പറഞ്ഞാണ് നിലപാട് എന്നാൽ അതിന് സമം പി.ടി. തോമസ് എന്നതാണ്. കാടും മലയും ഒക്കെ ഇളകി വന്നപ്പോഴും തന്റെ നിലപാടിൽ വെള്ളം ചേർക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ വിശ്വാസം ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു. ആ വിശ്വാസം അദ്ദേഹം ഈ കേസിൽ കാത്തുസൂക്ഷിച്ചു. അങ്ങനെയാണ് പ്രമാദമായി ഇത്തരമൊരു കേസ് പൊതുസമൂഹം കൂടി അറിഞ്ഞത് എന്നത് കൂടി വളരെ പ്രസക്തമാകുകയാണ്. ഡിസംബർ 8-ന് നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി പറയാനായി തീരുമാനമെടുക്കുമ്പോൾ അരുൺ ശങ്കർ വിവരങ്ങളുമായുണ്ട്. അരുൺ, ഉമാ തോമസിന്റെ വാക്കുകളുണ്ട്. പി.ടി.യുടെ നിലപാട്, പി.ടിയുടെ നിലപാടിന്റെ കാര്യത്തിൽ ഒരാൾക്കും, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും പൊതുസമൂഹത്തിന്റെ പ്രതികളായ ഒരാൾക്കും ഒരു വിഷയത്തിലും ഒരു സംശയവും ഉണ്ടാകില്ല. പി.ടി ഏത് പക്ഷത്ത് നിൽക്കും, ഏത് വിഷയത്തിലുമെന്ന് അത് തന്നെ സംബന്ധിച്ചു. പക്ഷേ ആശങ്കയുണ്ടാക്കുന്ന അദ്ദേഹത്തെയും സ്വാധീനിക്കാൻ ചില ശ്രമങ്ങൾ നടന്നു എന്നതാണ്. അരുൺ, തീർച്ചയായിട്ടും ഈ കേസിന്റെ വിധി ഡിസംബർ 8-ന് വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉമാ തോമസ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് പി.ടി. തോമസ് എന്നുള്ളൊരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ, ആ നടി എത്തിയ വീട്ടിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ ഭാവി അല്ലെങ്കിൽ ഈ സംഭവം ഏത് രീതിയിലായിരിക്കും പുറത്തറിയുക എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ആ ഘട്ടത്തിൽ നടന്നിരുന്നതാണ്. പി.ടി എടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടി മുന്നോട്ട് വരികയും ഇത് കേസായി മാറുകയും പിന്നെ അത് പുറം ലോകം അറിയുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഈ കേസിൽ വളരെ നിർണായക സാക്ഷിയായ പി.ടി. തോമസിനെ പോലും എതിർ കക്ഷികൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തലാണ് ഭാര്യയായ ഉമാ തോമസ് നടത്തിയിരിക്കുന്നത്. എതിർ കക്ഷികളെന്ന് തന്നെ പറയേണ്ടി വരും. എതിർ കക്ഷികളല്ലാതെ വേറെ ആര് സ്വാധീനിക്കാൻ ആർക്കാണ് സ്വാധീനിക്കേണ്ടതെന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആരാണ് എന്ന് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഉമാ തോമസ് തയ്യാറല്ല. പക്ഷെ ഉമാ തോമസിന് ആരാണെന്നുള്ളത് അറിയാം. അദ്ദേഹവുമായി അടുപ്പമുള്ള ആൾക്കാരാണല്ലോ എന്ന് ഉമാ തോമസ് അവിടെ പറയുന്നുണ്ട്. അവിടെ നിർത്തുകയാണ് പിന്നീട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് എല്ലാ വഴിയും ശ്രമിച്ചു എന്നത് വ്യക്തമാണ്. പി.ടി. തോമസിനെ സ്വാധീനിക്കാൻ ഈ കേസിൽ ശ്രമിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഡിസംബർ 8-ന് വിധി വരുമ്പോൾ അതെന്താകാം? ചിലപ്പോൾ ചിലർ കുറ്റമുക്തരാക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ പരിപൂർണമായ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെട്ടേക്കാം. അതിന്റെ വിധി എന്ത് തന്നെയാണെങ്കിലും ആ രാത്രിയിൽ നടന്നത് അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ കൺമുന്നിലുണ്ടല്ലോ. അക്കാര്യം നമ്മൾ ആ യാഥാർത്ഥ്യബോധത്തോടു കൂടി, ആ ഉൾക്കാമ്പോടുകൂടി ആ വിഷയത്തെ എല്ലാവരും സമീപിച്ചതുമാണല്ലോ. പി.ടിയെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഈ കേസിന്റെ നടപടിക്രമങ്ങളിലാകെ ഇത്തരം സ്വാധീനങ്ങൾ ഒരുപാടുണ്ടായി എന്ന് കൂടിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വായിക്കേണ്ടി വരും. കാരണം പി.ടി. തോമസ് ഇതിനകത്തൊരു മുഖ്യ സാക്ഷിയാണ്. അപ്പോൾ ആ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഇത്രയും നിലപാടുകളുള്ള ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെ നമ്മൾ വായിക്കേണ്ടി വരും. എന്തായാലും ആ വായന ഇപ്പോൾ നമ്മൾ ഉറപ്പിക്കുന്നില്ല. അത് വിധി വന്നതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുക. എന്തായാലും പി.ടി. തോമസിനെ ഈ കേസിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പി.ടി. തോമസ് മൊഴി നൽകാതിരിക്കാൻ പി.ടി. തോമസ് മൊഴി നൽകാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നൽകുന്നുണ്ടെങ്കിലും അത് കൃത്യമായി കാര്യങ്ങൾ പറയാതെ ഒരു ഒഴുക്കൻ മട്ടിൽ മൊഴി നൽകി പോണം എന്ന രീതിയിലും ആൾക്കാർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്വാധീനത്തിനൊന്നും പി.ടി. തോമസ് വഴിപ്പെട്ടില്ല. കാരണം പി.ടി. തോമസ് ആ ഘട്ടത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നുള്ളതാണ് ഭാര്യയായ ഉമാ തോമസ് പറഞ്ഞത്. എന്നിട്ട് പോലും ആ കേസിൽ കൃത്യമായ നിലപാട് പി.ടി. തോമസ് എടുത്തു. പി.ടി. തോമസിന്റെ വരികളായിട്ട് ഉമാ തോമസ് പറഞ്ഞത്, അതായത് ഒന്നും ഞാൻ കൂട്ടിപ്പറയില്ല, ഒന്നും കുറച്ചും പറയില്ല. അതായത് എന്താണോ നടന്നത് അത് ഞാൻ പറഞ്ഞിരിക്കും എന്നതാണ് പി.ടി. തോമസ് ആ സ്വാധീനിക്കാൻ ശ്രമിച്ചവർക്ക് നൽകിയ മൊഴി. അവർക്ക് മറുപടി നമ്മൾ ചോദിക്കുന്നുണ്ട്, അത് സിനിമയിൽ നിന്നുള്ളവരാണോ അതോ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരാണോ എന്ന് ചോദിക്കുമ്പോൾ ഉമാ തോമസ് പറഞ്ഞത് അതൊക്കെ അടുപ്പമുള്ള ആൾക്കാരല്ലേ, അത് ഞാനായിട്ട് പറയുന്നില്ല. അത്രത്തോളം അടുത്ത ആൾക്കാരാണെന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. ചുറ്റുവട്ടത്തുള്ള ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പി.ടി. തോമസ് സ്വാഭാവികമായുള്ള ഏറ്റവും കൂടുതൽ ബന്ധം അത് രാഷ്ട്രീയ മേഖലയിലാണ്. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ടാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും, അങ്ങനെ സംശയിക്കേണ്ടി വരും. നമുക്കൊന്നും ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ലോ. അതേസമയം കൊച്ചി സിനിമയുടെ വലിയ തട്ടകമാണ്. സിനിമാ തട്ടകത്തിൽ നിന്ന് പി.ടിയുമായി അടുപ്പമുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ടാകാം. അത്തരം ചില ശ്രമങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോഴും നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പി.ടി ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂട്ടിപ്പറയില്ല, ഒന്നും കുറച്ചും പറയില്ല. എന്താണോ നടന്നത് അത് പറയും. അതിനൊപ്പം ഉമാ തോമസ് പറയുന്നുണ്ട്, ഒരിടത്തും ഒരാളുടെ പേരും പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. അന്വേഷണം നടക്കട്ടെ, പക്ഷേ എന്താണോ തനിക്ക് ബോധ്യം അതിനൊപ്പം നിൽക്കും. ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുകയായിരുന്നു പി.ടി. അങ്ങനെയാണ് ആ കേസ് രൂപപ്പെടുന്നത്. പൊതുസമൂഹം ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അറിയുന്നതും. അപ്പോൾ മറ്റ് സാക്ഷികളടക്കമുള്ളവരെ ഈ കേസിന് പിന്നിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടാകും എന്ന നമ്മുടെയൊക്കെ സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നത് കൂടിയാണ് ഉമാ തോമസിന്റെ ഈ പ്രതികരണമല്ലേ?
തീർച്ചയായിട്ടും പൊതുസമൂഹത്തിനുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നത് തന്നെയാണ് ഉമാ തോമസിന്റെ ഈ പ്രതികരണം. കാരണം നമ്മൾ ഇപ്പോഴാണ്, അതായത് ഈ കേസ് വിധിയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഉമാ തോമസ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ കേസിന്റെ വഴിയിലുടനീളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഈ ടേപ്പ് കോടതിക്ക് പുറത്തു പോയിരുന്നു, അതിന്റെ കോപ്പി എടുത്തതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു, അത് കോടതി വീണ്ടും പരിഗണിച്ചിരുന്നു. അത്തരത്തിലുള്ള പല ഘട്ടങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിലേക്ക്, അത് വിധിയിലേക്ക് ഈ കേസ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സംശയങ്ങളും ഈ പൊതുസമൂഹം പ്രകടിപ്പിച്ചിരുന്നു. ആ പൊതുസമൂഹം പ്രകടിപ്പിച്ച സംശയങ്ങളെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഉമാ തോമസ് നടത്തിയിരിക്കുന്ന തുറന്നു പറച്ചിൽ. അതായത് ഈ കേസിൽ പ്രതികൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു, പ്രതികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടി നിൽക്കുന്നവർ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഉമാ തോമസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും പി.ടി. തോമസ് നമ്മളോടൊപ്പം ഇല്ല ഇത് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ എല്ലാ കാര്യങ്ങളും പി.ടി. പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പി.ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ ഈ കേസ് തന്നെ പുറത്തറിയുന്നതും ഇത് കേസാകുന്നതും ഒക്കെ തന്നെ പി.ടി. തോമസിന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹമാണ് ആ ഒരു ആദ്യ ഘട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി അല്ലെങ്കിൽ നടിയുമായിട്ട് സംസാരിക്കുന്നതും അതോടൊപ്പം തന്നെ പോലീസുമായി സംസാരിക്കുന്നതും. അപ്പോൾ ഇതിന്റെ ഈ കേസിന്റെ ഒരു തുടക്കം മുതൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് പി.ടി. തോമസ് എന്ന് പറയുന്നത്. അപ്പോൾ പി.ടി. തോമസിന്റെ മൊഴി ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുഖ്യ സാക്ഷിയും തന്നെ നമുക്ക് പി.ടി. തോമസിനെ വിശ്വസിക്കാം. അപ്പോൾ പി.ടി. തോമസിന്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ. അതുകൊണ്ട് തന്നെയാണ് പി.ടി. തോമസിനെ സ്വാധീനിക്കാൻ ഈ ഒരു ഭാഗം ആൾക്കാർ ശ്രമിച്ചത്. ആരാണെന്നുള്ളത് എപ്പോഴും നമുക്ക് വ്യക്തമല്ല, അത് പറയേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഉമാ തോമസ് സ്വീകരിച്ചിരിക്കുന്നത്. അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. കാരണം അത് പി.ടി. തോമസിനോടാണ് അവർ അത് സംസാരിച്ചിരുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ കക്ഷിയാണ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പേഴ്സണാണ് ഇതിനകത്ത് ഉമാ തോമസ്, തേർഡ് പേഴ്സണാണ് ഉമാ തോമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉമാ തോമസിലൂടെ തന്നിലൂടെ ആ പേരുകൾ പുറത്തു വരേണ്ടതില്ല എന്നൊരു തീരുമാനമാണ്. പക്ഷേ അതിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നത് പൊതുസമൂഹം അറിയണം എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമാ തോമസ് ഇത്രയെങ്കിലും തുറന്നു പറഞ്ഞിരിക്കുന്നത്.